നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്നൂരിൽ സംഘം ചേർന്നുള്ള മർദ്ദനത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. ചെറുവത്താണി അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ കുഞ്ഞൻ എന്ന വിഷ്ണുവാണ് മരിച്ചത്. 26 വയസ്സാണ്. സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് എന്നിവർ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രാജിവെച്ചു. നടപടി ഒഴിവാക്കാൻ ഇരുവരും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് തൃശൂർ MP സുരേഷ് ഗോപി. മറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. സഹമന്ത്രി പദവിയിൽ സുരേഷ് ഗോപിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വിശദീകരണം. മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ കാലം. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വലിയ മത്സ്യബന്ധന യാനങ്ങളെല്ലാം കരയ്ക്കടുപ്പിച്ചു. പന്നിത്തടത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. തോന്നല്ലൂർ മത്തായിപ്പടി സ്വദേശി ബാലനാണ് മരിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. അന്നൂരിൽ സംഘം ചേർന്നുള്ള മർദ്ദനത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. ചെറുവത്താണി അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ കുഞ്ഞൻ എന്ന വിഷ്ണുവാണ് മരിച്ചത്. 26 വയസ്സാണ്. സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുവത്താണി സ്വദേശികളായ ഷിജിത് കണ്ണൻ, ശ്രീശാന്ത്, ചിറ്റഞ്ഞൂർ സ്വദേശി വിഷ്ണുരാജ് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയെ കെട്ടുന്ന അന്നൂരിലെ പറമ്പിൽ വെച്ചാണ് വിഷ്ണുവും പ്രതികളുമായി സംഘർഷമുണ്ടായത്. മരിച്ച വിഷ്ണുവും ചിറ്റഞ്ഞൂർ സ്വദേശി വിഷ്ണുരാജും തമ്മിൽ മുൻപ് വഴക്കുണ്ടായിരുന്നു. ആനയെ കെട്ടുന്ന പറമ്പിനടുത്ത് വെച്ച് വിഷ്ണുവിനെ കണ്ടപ്പോൾ വിഷ്ണുരാജും സംഘവും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ ചോദ്യം ചെയ്താലേ സംഘർഷത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം വ്യക്തമാകൂ എന്നും സംഭവ സമയത്ത് എല്ലാവരും മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. സംഘത്തിന്റെ മർദ്ദനമേറ്റ വിഷ്ണു റോഡിൽ ബോധരഹിതനായി വീണതോടെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ എത്തിക്കുകയും ബൈക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയതാണെന്ന് ഡോക്ടറെ അറിയിക്കുകയുമായിരുന്നു. ആശുപത്രിയിലെത്തുന്നതിന് മുൻപേ വിഷ്ണുവിന് മരണം സംഭവിച്ചിരുന്നു. ഈ വിവരം പറഞ്ഞതോടെ സംഘത്തിലുണ്ടായിരുന്ന വിഷ്ണുരാജ് ആശുപത്രിയുടെ ജനൽച്ചില്ല് അടിച്ചു തകർത്തു. ഇയാളുടെ കൈഞ്ഞരമ്പിന് പരിക്കേറ്റിട്ടുണ്ട്. പരിശോധനയിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ പോലീസിൽ വിവരമറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിച്ചു. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 6:30 വീട്ടിലെത്തിച്ച മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്. ഇൻക്വസ്റ്റിൽ മരിച്ച വിഷ്ണുവിന്റെ ശരീരത്തിൽ കാര്യമായ പരിക്കുകളില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണം സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത ലഭിക്കൂവെന്നും പോലീസ് അറിയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് എന്നിവർ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് DCC ഓഫീസിൽ നടന്ന കൂട്ടാടിയുടെ പശ്ചാത്തലത്തിൽ AICC നേതൃത്വം ഇരുവരോടും രാജിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ഇരുവരും ഔദ്യോഗികമായി KPCCക്ക് കത്ത് കൈമാറി. രാജി സമർപ്പിക്കാൻ DCC ഓഫീസിലെത്തിയ ജോസ് വള്ളൂരിനെയും MP വിൻസെന്റിനെയും നേതാക്കളും പ്രവർത്തകരും മുദ്രാവാക്യം വിളികളോടെയാണ് വരവേറ്റത്. മാധ്യമപ്രവർത്തകരെ ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ പ്രവർത്തകർ തടയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം DCC ഓഫീസിൽ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയ്ക്ക് മർദ്ദനമേൽക്കുകയും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തല്ലുണ്ടാക്കുകയും ചെയ്തിരുന്നു. മുരളീധരന്റെ തോൽവിയുടെ ഉത്തരവാദിത്വം TN പ്രതാപൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര എന്നിവർക്കാണെന്ന് ആരോപിച്ച് DCC ഓഫീസിനു മുന്നിൽ പോസ്റ്റർ പതിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളാണ് DCC പ്രസിഡന്റിന്റെയും UDF ചെയർമാന്റെയും കസേരകൾ തെറിപ്പിച്ചത്. നടപടി ഒഴിവാക്കാൻ ഇരുവരും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. ഇരുവരോടും രാജിവെക്കാൻ AICC, KPCC നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ AICC നിർദ്ദേശപ്രകാരം KPCC 4-അംഗ സമിതിയെ രൂപീകരിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. K മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ പോസ്റ്റർ യുദ്ധവും കയ്യാങ്കളിയും കോൺഗ്രസിന് വലിയ നാണക്കേടായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അജണ്ടയിലില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാജിവെക്കാൻ നീക്കം നടത്തുന്നതായുള്ള വാർത്തകൾ അദ്ദേഹം തള്ളി. സിനിമകൾ പൂർത്തീകരിക്കാനുള്ള ചില ധാരണകൾ നടപ്പാക്കേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു.
കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. സിനിമ തന്റെ പാഷനാണെന്ന കാര്യം പ്രധാനമന്ത്രിക്ക് അറിയാം. കരാറിലായ സിനിമകൾ ചെയ്തു തീർക്കുന്നത് സംബന്ധിച്ച് ചില ധാരണകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നതല്ലാതെ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരാലോചനയും ഇല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സഹമന്ത്രി സ്ഥാനമാണെന്ന് അറിഞ്ഞുകൊണ്ടുതന്നെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തിയതെന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. സിനിമകൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി മന്ത്രിപദത്തിൽ നിന്ന് മാറാൻ സുരേഷ് ഗോപി നീക്കം നടത്തുന്നതായി ചില റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാതിരുന്നതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങളെ തള്ളുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി. CCTV ന്യൂസ്, കേച്ചേരി. പന്നിത്തടത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഓട്ടോറിക്ഷ യാത്രക്കാരൻ മരിച്ചു. തോന്നലൂർ മത്തായിപ്പടി സ്വദേശി ബാലനാണ് മരിച്ചത്. 56 വയസ്സാണ്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. കുന്നംകുളത്ത് നിന്ന് തോന്നലൂരിലുള്ള വീട്ടിലേക്ക് വരുന്നതിനിടയിൽ പന്നിത്തടം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. നായ കുറുകെ ചാടിയതാണ് അപകട കാരണമെന്ന് പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബാലനെ 108 ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വലിയ മത്സ്യബന്ധന യാനങ്ങളെല്ലാം കരയ്ക്കടുപ്പിച്ചു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് മുമ്പുള്ള ആഴ്ചകളിൽ ഉണ്ടാകാറുള്ള മത്സ്യലഭ്യത ഇത്തവണ ഉണ്ടാകാതിരുന്നതാണ് മത്സ്യബന്ധന മേഖലയ്ക്ക് തിരിച്ചടിയായത്. കിട്ടിയ മത്സ്യങ്ങൾക്ക് കാര്യമായ വിലയും ലഭിച്ചില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ട്രോളിംഗ് നിരോധനം കൂടി എത്തിയതോടെ തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലായി. വേനൽക്കാലത്ത് മികച്ച രീതിയിൽ മത്സ്യം ലഭിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രതിസന്ധി കാലം തരണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് തൊഴിലാളികൾ പറയുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. ഇതോടെ അനുബന്ധ തൊഴിലാളികളും ദുരിതത്തിലായി. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന ഏക പ്രതീക്ഷയാണ് തൊഴിലാളികൾക്കുള്ളത്. വേനൽക്കാലത്തെ ഇന്ധനച്ചെലവും മറ്റും കഴിച്ച് മിച്ചം വരുന്നത് കടം മാത്രമായപ്പോൾ പല ബോട്ടുകളും മത്സ്യബന്ധനം നിർത്തിവച്ചിരുന്നു. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയ ബോട്ടുകളെല്ലാം കരയിൽ തിരിച്ചെത്തി. 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 അർദ്ധരാത്രിയാണ് അവസാനിക്കുക. പരമ്പരാഗത വള്ളങ്ങൾക്ക് നിരോധനം ബാധകമല്ല. CCTV ന്യൂസ്, ചാവക്കാട്. പുന്നയൂർകുളം കൃഷിഭവൻ ഓഫീസിന് മുന്നിൽ കർഷകർ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. സംഭരിച്ച നെല്ലിന്റെ മുഴുവൻ തുകയും കർഷകർക്ക് വിതരണം ചെയ്യുക, കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. പ്രതികൂല സാഹചര്യത്തിലും നിരവധി യാതനകൾ സഹിച്ചും തുച്ഛമായ വരുമാനം കിട്ടുന്നത് പ്രതീക്ഷിച്ചാണ് കഴിഞ്ഞ വർഷം കർഷകർ കൃഷിയിറക്കിയത്. വിളവെടുപ്പ് കഴിഞ്ഞാൽ സാമ്പത്തിക ബാധ്യത തീർക്കാമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഉപ്പുങ്ങൽ പരൂർപ്പടവ് കർഷകർക്ക് നെല്ല് സംഭരിച്ച ഇനത്തിൽ 5.5 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. സാധാരണ ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടാറുള്ള പണമാണ് മാസങ്ങളായിട്ടും മുടങ്ങിക്കിടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കർഷകർ പുന്നേർകുളം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവന് മുൻപിൽ സത്യഗ്രഹ സമരം ഇരിക്കാൻ തീരുമാനിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പ്രകടനത്തോടുകൂടിയാണ് സത്യഗ്രഹ സമരം ആരംഭിച്ചത്. പൊന്നാനി കോൾ സംരക്ഷണ സമിതി പ്രസിഡന്റ് ജയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഹസൻ തളികശ്ശേരി അധ്യക്ഷത വഹിച്ചു. പരൂർപ്പടവ് കമ്മിറ്റി സെക്രട്ടറി AT ജബ്ബാർ, ഷുക്കൂർ കോറോത്തയിൽ, ഹമീദ് ചെറവല്ലൂർ, മുഹമ്മദ് കുട്ടി കോടത്തൂർ, സിദ്ധാർത്ഥൻ മാഷ്, PK വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, പുന്നയൂർകുളം. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗ്രാമീണ വായനശാല ഭാരവാഹിയുമായിരുന്ന KK കേശവൻ അനുസ്മരണ സമ്മേളനവും ആദര ചടങ്ങും നടന്നു. വായനശാല അങ്കണത്തിലെ കേശവേട്ടൻ സ്മൃതി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ വായനശാല ജോയിന്റ് സെക്രട്ടറി VD ബിജു അധ്യക്ഷനായി. സാംസ്കാരിക രംഗത്തെ ഇന്നിന്റെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ഭാരവാഹിയും നാടക സംവിധായകനുമായ VD പ്രേംപ്രസാദ് പ്രഭാഷണം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരിയിലെ എഴുത്തുകാരനായ രജിതൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ചന്ദ്രൻ, KK ജയന്തി ടീച്ചർ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം VV സത്യൻ, വായനശാല സെക്രട്ടറി VK ദാസൻ എന്നിവർ സംസാരിച്ചു. വാദ്യകലാരംഗത്തെ പ്രതിഭകളായ ചൊവ്വല്ലൂർ മോഹനൻ, ചൊവ്വല്ലൂർ സുനിൽ, സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കുള്ള പുരസ്കാരം നേടിയ എളവള്ളി പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ, സംസ്ഥാന കേരളോത്സവത്തിൽ ഹൈജമ്പിൽ 1ാം സ്ഥാനം നേടിയ മുഹമ്മദ് അബ്ദുള്ള, ഇന്ത്യൻ 7A സൈസ് ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം PB നിരഞ്ജന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിവരുന്ന ഗോതമ്പ് വിഹിതത്തിലും മണ്ണെണ്ണ വിഹിതത്തിലും വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളതെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മുരളി പെരുന്നെല്ലി MLAയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ, മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ, അതുപോലെ റേഷൻ വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകേണ്ട ഭക്ഷ്യധാന്യങ്ങൾ, മണ്ണെണ്ണ എന്നിവയുടെ വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ടോ എന്നും കേന്ദ്രം അനുവദിക്കുന്ന മണ്ണെണ്ണ വിഹിതം കാർഡ് ഉടമകൾക്ക് നൽകാൻ പര്യാപ്തമല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ മണ്ണെണ്ണ വേണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ന്യായമായ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാമോ എന്നതായിരുന്നു മുരളി പെരുന്നെല്ലിയുടെ ചോദ്യം. സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ ഭാഗമായി നമ്മുടെ പൊതുവിതരണ ശൃംഖലയിലും ഭക്ഷ്യമേഖലയിലും കടുത്ത പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ, മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ, അതുപോലെ റേഷൻ വ്യാപാരികൾ എന്നിവർ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകേണ്ട ഭക്ഷ്യധാന്യങ്ങൾ, മണ്ണെണ്ണ എന്നിവയുടെ വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ടോ എന്നും കേന്ദ്രം അനുവദിക്കുന്ന മണ്ണെണ്ണ വിഹിതം കാർഡുടമകൾക്ക് നൽകാൻ പര്യാപ്തമല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ മണ്ണെണ്ണ വേണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ന്യായമായ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാം. സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ ഭാഗമായി പൊതുവിതരണ ശൃംഖലയിലും ഭക്ഷ്യമേഖലയിലും കടുത്ത പ്രതിസന്ധി നിലനിൽക്കുകയാണെന്ന് മന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി. 13/5/2022 കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം ട്രേഡ് ഓവർ വിഹിതമായി സംസ്ഥാനത്തിന് നൽകിയിരുന്ന 6459.74 മെട്രിക് ടൺ ഗോതമ്പ് നിർത്തലാക്കുകയുണ്ടായി. പ്രസ്തുത ഉത്തരവിലൂടെ സംസ്ഥാനത്തെ 57% വരുന്ന ജനവിഭാഗങ്ങൾക്ക് പൊതുവിതരണ സമ്പ്രദായത്തിൽ നിന്നും ഗോതമ്പ് ലഭ്യമാക്കാത്ത സാഹചര്യം ഉണ്ടായി. മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഏകദേശം 50 ലക്ഷം കാർഡ് ഉടമകൾക്ക് ഇതുമൂലം ഗോതമ്പ് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ 37,056 കിലോ ലിറ്റർ മണ്ണെണ്ണ സംസ്ഥാനത്ത് ലഭിച്ചിരുന്ന സ്ഥാനത്ത് 2023-24 7,776 കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. 2024-25 അനുവദിക്കാവുന്ന മണ്ണെണ്ണയുടെ അളവ് 3,120 കിലോ ലിറ്റർ മാത്രമാണ്. മണ്ണെണ്ണ വിഹിതത്തിലുള്ള വെട്ടിക്കുറവ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ, മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ, റേഷൻ വ്യാപാരികൾ എന്നിവർക്ക് കടുത്ത തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നത് ഒരു വസ്തുതയാണ്. മത്സ്യബന്ധന, കാർഷിക ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ചുവരുന്ന നോൺ സബ്സിഡി മണ്ണെണ്ണയുടെ വിഹിതത്തിലും വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 2021-22 വർഷത്തിൽ 21,888 കിലോ ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ച സ്ഥാനത്ത് നിലവിൽ 2,592 കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് അനുവദിക്കാൻ ഇടയുള്ളതെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. 2020-21 സാമ്പത്തിക വർഷത്തിൽ 37,056 കിലോ ലിറ്റർ മണ്ണെണ്ണ സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന സ്ഥാനത്ത് 2023-24 7,776 കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മണ്ണെണ്ണ വിഹിതത്തിലുള്ള വെട്ടിക്കുറവ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ, മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ, റേഷൻ വ്യാപാരികൾ എന്നിവർക്ക് കടുത്ത തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് സാർ. വർഷത്തിൽ 21,888 കിലോ ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ച സ്ഥാനത്ത് നിലവിൽ 2,592 കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് അനുവദിക്കാൻ ഇടയുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ 17ാമത് ഇടവക ദിനം ആഘോഷിച്ചു. താരുകുട്ടി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഫാദർ ജോസഫ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഫാദർ മാത്യൂസ് കെ ബർസോമ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺ ഉറുമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടവകയിലെ 80 വയസ്സ് കഴിഞ്ഞവർ, വിവാഹ ജീവിതത്തിൽ 15-50 വർഷം പിന്നിട്ടവർ, കഴിഞ്ഞ വർഷം പള്ളിയിൽ വെച്ച് വിവാഹിതരായവർ, മാമോദിസ കഴിഞ്ഞവർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർ, ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിജയം നേടിയവർ, സോണൽ തലത്തിൽ സൺഡേ സ്കൂൾ, മർത്താമറിയം, യുവജന പ്രസ്ഥാനം എന്നിവയിൽ വിജയിച്ചവർ, അഖില മലങ്കര അടിസ്ഥാനത്തിൽ സമ്മാനം നേടിയവരെയും ആദരിച്ചു. ഫാദർ പത്രോസ് G പുലിക്കോട്ടിൽ, ഫാദർ TC ജേക്കബ്, ഫാദർ VM ശമുവേൽ, ഫാദർ ഗീവർഗീസ് വർഗീസ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാകായിക പരിപാടികളും ഉണ്ടായിരുന്നു. പഴയകാലത്ത് തോണിയിലൂടെ അടക്കയും സാധനങ്ങളും എത്തിച്ചിരുന്ന പഴഞ്ഞി ചിറ്റംകുളം മാലിന്യങ്ങൾ നിറഞ്ഞ് നശിക്കുന്നു. കുളം നവീകരിക്കാൻ പഞ്ചായത്ത് പദ്ധതിയിട്ടിരുന്നെങ്കിലും പൂർത്തിയായില്ല. കുളം നവീകരിച്ച് ചുറ്റും ഇരിപ്പിടങ്ങളൊരുക്കി വയോജന പാർക്ക് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആഗ്രഹവും സഫലമായില്ല. പാലങ്ങളും റോഡ് സൗകര്യങ്ങളും വരും മുൻപ് പൊന്നാനിയിൽ നിന്ന് അടക്കയും മറ്റ് വ്യാപാര സാധനങ്ങളും വഞ്ചിയിൽ എത്തിച്ചിരുന്നത് ചിറ്റം വഴിയാണ്. അന്ന് പുലർച്ചെ മുതൽ ഇവിടെ വഞ്ചികൾ എത്താറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു.
പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ചിറ്റത്ത് കുളത്തിൽ കൽപ്പടവുകൾ നിർമ്മിച്ചിരുന്നു. കാലക്രമേണ ഈ വഴിയിലൂടെയുള്ള ചരക്ക് നീക്കം നിലച്ചു. കൽപ്പടവുകൾ തകർന്ന കുളം നവീകരിക്കാൻ മുൻ പഞ്ചായത്ത് ഭരണസമിതി പദ്ധതിയിട്ടിരുന്നെങ്കിലും പൂർത്തിയായില്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ കോൺക്രീറ്റ് കട്ട നിർമ്മാണം തുടങ്ങിയെങ്കിലും ഇതും നിലച്ചു. കുളം നവീകരിച്ച് സമീപ പ്രദേശങ്ങൾ മനോഹരമാക്കി ഇരിപ്പിടങ്ങളോടെ വയോജന പാർക്ക് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുൻപ് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും അതും നടപ്പായില്ല. ഇപ്പോൾ കുളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും അടിഞ്ഞുകൂടിയ അവസ്ഥയാണ്. കുളം നവീകരിക്കാനും സമീപ പ്രദേശങ്ങൾ മനോഹരമാക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാലിൽ റോഡ് നിർമ്മാണത്തിനായി എടുത്ത മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് നികത്താൻ ഉപയോഗിക്കുന്നതായി പരാതി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത മണ്ണാണ് അനധികൃതമായി സ്വകാര്യ വ്യക്തിക്ക് നൽകിയതായി പരാതി ഉയരുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. മണ്ണ് ലേലം ചെയ്ത് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. എന്നാൽ കരാറുകാരൻ ടോറസ് ടിപ്പർ ലോറികൾ ഉപയോഗിച്ച് 100 കണക്കിന് ലോഡ് മണ്ണാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കല്ലുവെട്ടുകുഴി നികത്താൻ നൽകിയത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് മണ്ണ് എടുക്കുന്നത് നിർത്തിവെച്ചു. ടീൻ ഇന്ത്യ കുന്നംകുളം ഏരിയയുടെ നേതൃത്വത്തിൽ നടത്തിയ ടീൻ ഇന്ത്യ ടീൻ എക്സ്പോ കൗമാരക്കാരുടെ ബാലോത്സവം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷററും രുചി കാറ്ററിംഗ് സർവീസ് ഉടമയുമായ TA ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. മുജീബ് പട്ടേൽ, MA കമറുദ്ദീൻ, അബ്ദുൽ ഫത്താഹ് എന്നിവർ സംസാരിച്ചു. വിവിധയിനം കരകൗശല വസ്തുക്കൾ, ഭക്ഷണ വിഭവങ്ങൾ, ഉപ്പിലിട്ടതും നൊസ്റ്റാൾജിയ മധുര മിഠായികളും, നാടൻ പച്ചക്കറികളും, അലങ്കാര മത്സ്യങ്ങളും, അടുക്കള ഉൽപ്പന്നങ്ങളുമടങ്ങിയ സ്റ്റാളുകൾ ടീൻ എക്സ്പോയെ വേറിട്ടതാക്കി. അൻസാർ ഓഡിറ്റോറിയത്തിലും ക്യാമ്പസിലുമായി അരങ്ങേറിയ എക്സ്പോയിൽ ഗെയിം സ്ക്വയർ, ആർട്ട്, മ്യൂസിക്, സ്കിൽ കോർണർ, ഗ്രാഫ്റ്റ് പ്രദർശനം, ഫൈവ്സ്, ഫുട്ബോൾ തുടങ്ങിയവയും ഒരുക്കിയിരുന്നു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ടീൻ ഇന്ത്യ രക്ഷാധികാരി ഷാജു മുഹമ്മദ് ഉണ്ണി, അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗം EVM ഷെരീഫ്, മാധ്യമം ഏരിയ കോർഡിനേറ്റർ MA കമറുദ്ദീൻ തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മലർവാടി ഏരിയ കോർഡിനേറ്റർ അബ്ദുൽ ഫത്താഹ്, മസ്ജിദ് റഹ്മ മഹൽ കമ്മിറ്റി അംഗം ഷഹീർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോളിന്റെ 50ാം വാർഷിക സമാപന സമ്മേളനവും ജൂബിലി സ്മാരക ഭവനങ്ങളുടെ വെഞ്ചിരിപ്പും താക്കോൽദാന കർമ്മവും വേലൂരിലെ തയ്യൂർ നിത്യസഹായമാത കോൺഫറൻസ് ഹാളിൽ നടന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. അന്തർദേശീയ പ്രസിഡന്റ് ജുവാൻ മാനുവൽ ബ്യൂർഗോത്ത് ഗോമസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് താക്കോൽദാനം നിർവഹിച്ചു. നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് ജൂഡ് എസ് മംഗൾരാജ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജിക്സൺ താഴത്ത്, വേലൂർ ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങാത്തേരി, CC പ്രസിഡന്റ് ജോസ് ജെ മഞ്ഞളി, തയ്യൂർ കോൺഫറൻസ് പ്രസിഡന്റ് AL വിൻസെന്റ്, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്താനി ആറാട്ടുകടവ് അയ്യപ്പൻകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ജൂൺ 12 ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ മഹാഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം എന്നിവ ഉണ്ടാകും. വൈകിട്ട് താലത്തോടും വാദ്യമേളത്തോടും കൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, ദീപാരാധന, കേളി, തായമ്പക എന്നിവയും ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി പേരകത്ത് ബാലചന്ദ്രൻ എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG പ്രസാദ്, സെക്രട്ടറി MA സുബ്രഹ്മണ്യൻ, ട്രഷറർ CV മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകും. ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജും ചാവക്കാട് മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ സഹകരണത്തോടെ ചാവക്കാട് കടപ്പുറം പ്ലാസ്റ്റിക് വിമുക്തമാക്കി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ജോസ്, കോർഡിനേറ്റർമാരായ ജെയിൻ തേറാട്ടിൽ, NJ ജെയിംസ്, ജെയ്സൺ ജോസ്, മെറിൻ ജോയ്, ഫാദർ അരുൺ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ നേതൃത്വത്തിൽ സമുദ്ര പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചു. 120 കിലോ പ്ലാസ്റ്റിക് കടൽ തീരത്ത് നിന്നും ശേഖരിച്ചു ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. സുവോളജി, ബോട്ടണി, NSS വിഭാഗത്തിലെ 50ഓളം വിദ്യാർത്ഥികളാണ് ശുചീകരണത്തിൽ പങ്കാളികളായത്. SDPI കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. കരിക്കാട് അല്ലമീൻ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് KK കബീർ അധ്യക്ഷത വഹിച്ചു. പാർട്ടി സംസ്ഥാന സമിതി അംഗം M ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉമർ മുക്താർ, മണ്ഡലം സെക്രട്ടറി റഫീഖ്, മണ്ഡലം ട്രഷറർ KM ഇക്ബാൽ, ജോയിന്റ് സെക്രട്ടറി ആഷിഖ് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു.
വെട്ടുകാട് മദ്രസയിൽ സ്മാർട്ട് ക്ലാസ് റൂം പ്രവർത്തനം ആരംഭിച്ചു. സ്മാർട്ട് ക്ലാസിന്റെ ഉദ്ഘാടനം മഹല്ല് പ്രസിഡന്റ് കെ അബൂബക്കർ ഹാജി നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് അബ്ദുൽ സമദ് അൻവരി അധ്യക്ഷനായി. ഇല്യാസ് മുസ്ലിയാർ, പ്രസിഡന്റ് എ അബൂബക്കർ, ജനറൽ സെക്രട്ടറി ആർ ഷെരീഫ്, മഹല്ല് ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് കുട്ടി, ട്രഷറർ ആർ മുസ്തഫ, UAE രക്ഷാധികാരി മുഹമ്മദ് വെട്ടുകാട് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ പുഷ്പനഗരം പദ്ധതിയുടെ ഭാഗമായുള്ള ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. നഗരസഭയിൽ 18 ഗ്രൂപ്പുകളാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. ഇവർക്കായി 15,200 ചെണ്ടുമല്ലി തൈകളാണ് സബ്സിഡി നിരക്കിൽ നഗരസഭ നൽകുന്നത്. കൃഷിഭവനുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വനിതാ കാർഷിക ഗ്രൂപ്പുകൾക്കാണ് തൈകൾ നൽകുന്നത്. 5000 ചെണ്ടുമല്ലി തൈകൾ കൃഷി ചെയ്യാൻ തയ്യാറായി വന്ന പഞ്ചപുഷ്പം ഗ്രൂപ്പിനാണ് ആദ്യഘട്ടത്തിൽ തൈകൾ നൽകിയത്. നഗരസഭാ ചെയർമാൻ കൃഷ്ണദാസ് തൈ നടിയിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സായിനാഥൻ, ബിന്ദു അജിത് കുമാർ, ശൈലജ സുധൻ, തൈക്കാട് കൃഷി ഓഫീസർ VC രജിന, പൂക്കോട് കൃഷി ഓഫീസർ ഫാജിദ റഹ്മാൻ, കൃഷി അസിസ്റ്റന്റ് ഷിജി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം ചെയ്തു. 2023-24 വർഷത്തെ പദ്ധതിയിൽ ഒന്നാം ഘട്ടമായി 7,80,000 രൂപ ചെലവഴിച്ച് 80 പേർക്കാണ് കട്ടിൽ നൽകിയത്. 600 പേർക്ക് കട്ടിൽ നൽകുകയെന്നതാണ് പദ്ധതി. പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. മെമ്പർമാരായ MK ജോസ്, MC ഐജു, ES സുരേഷ്, PM സജി, സ്വപ്ന പ്രദീപ്, KB ബബിത, സതി മണികണ്ഠൻ, റിജി ജോർജ്, ICDS സൂപ്പർവൈസർ ഷിമി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമസ്ത ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PT കുഞ്ഞുമുഹമ്മദ് ഉസ്താദ് അനുസ്മരണം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് കടപ്പുറം അഞ്ചങ്ങാടി സൽവ മിനി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മക്കാം സിയാറത്തോടെയാണ് യോഗം ആരംഭിക്കുക. സമസ്ത കേന്ദ്ര മുശാവറ അംഗം അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണിയൂർ ഉദ്ഘാടനം ചെയ്യും. സമസ്ത ചാവക്കാട് താലൂക്ക് സെക്രട്ടറി അബ്ദുൽ ഖാദർ ദാരിമി അധ്യക്ഷത വഹിക്കും. സമസ്ത കേന്ദ്ര മുശാവർ അംഗം അബ്ദുസലാം ബാഖവി വടക്കേക്കാട് ഹജ്ജ് സന്ദേശം നൽകും. PT ഉസ്താദ് അനുസ്മരണം സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് നിർവഹിക്കും. നാസർ ഫൈസി അനുസ്മരണം ജമിയത്തുൽ മുദരീസിൻ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് ഹൈതമിയും നിർവഹിക്കും. ചാവക്കാട് താലൂക്കിൽ 11 റേഞ്ചുകൾ ഉള്ളതിനാൽ 200ഓളം മദ്രസകളാണ് സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതെന്ന് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സത്താർ ദാരിമി, കൺവീനർ ഉസ്മാൻ ദാരിമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത ചാവക്കാട് താലൂക്ക് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ദാരിമി, ജമിയത്തുൽ മുദരീസിൻ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് ഹൈതമി, സംഘാടക സമിതി ജനറൽ കൺവീനർ ഷഫീഖ് ഫൈസി, സമിതി കോർഡിനേറ്റർ ഷാഹുൽ ഹമീദ് റഹ്മാനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് ചാവക്കാട്. ചിറമനേങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാകായിക സാംസ്കാരിക വേദി സിത്താര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനു വേണ്ടി നാട്ടുകാരുടെ സഹായത്തോടെ നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ നിർവഹിച്ചു. തുടർന്ന് SSLCയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം സമർപ്പണവും ക്ലബിന്റെ മുൻകാല പ്രവർത്തകരെയും ക്ലബ്ബ് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും ലോഗോ പ്രകാശനവും നടന്നു. എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ മഹേഷ് U മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ലബ്ബ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PV പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് അബൂബക്കർ സ്വാഗതം പറഞ്ഞു. മെമ്പർമാരായ രജിത ഷാജി, അബ്ദുൽ ഗഫൂർ, സൈബുന്നീസ ഷർഫുദ്ദീൻ, സിനിമാ ഡയറക്ടർ പ്രശാന്ത് കുഞ്ഞൻ, ക്ലബ്ബ് മുൻ രക്ഷാധികാരി NS സത്യൻ, KP രവി, KM സുഭാഷ് എന്നിവർ പങ്കെടുത്തു. വൈസ് ചെയർമാൻ അപ്പുണ്ണി സാജൻ നന്ദി പറഞ്ഞു. പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചുള്ള പദ്ധതി 9-ാം വാർഡ് KR നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്താണ് ആരംഭിച്ചിട്ടുള്ളത്. പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും ഉൾപ്പെടുത്തി സ്വാഭാവിക വന മാതൃകകൾ സൃഷ്ടിച്ചെടുത്ത് സംരക്ഷിക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർമാരായ സിൻസി ജോർജ്, AS സുജീഷ്, സെക്രട്ടറി KB വിശ്വനാഥൻ, ഹരിത കേരളം പ്രതിനിധി PL ഭവ്യ, HI രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് നഗരത്തിൽ ഓട്ടോ ഓടിക്കുന്ന ദിജു തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ടത് തന്റെ യാത്രക്കാർക്ക് സൗജന്യ ഓട്ടം ഒരുക്കിയാണ്.
മോദി സർക്കാർ 3 തവണയും ഭരണം ഏറ്റെടുത്തതോടെ തന്റെ സന്തോഷം വ്യത്യസ്തമായി പങ്കിട്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ് സാധാരണക്കാരനായ ഈ ഓട്ടോ ഡ്രൈവർ. ചാവക്കാട് മണത്തല ബേബി റോഡിനോട് ചേർന്ന് താമസിക്കുന്ന ദിജു 20 വർഷത്തോളമായി ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ഇന്ന് രാവിലെ മുതൽ ഓട്ടോറിക്ഷയുടെ ഇരുവശത്തായി BJPയുടെ കൊടികെട്ടി സൗജന്യമായി ഓട്ടം തുടങ്ങി. രാത്രി 10 മണിവരെ യാത്രക്കാർക്ക് സൗജന്യമായി ഓട്ടം നൽകുമെന്നും ദിജു പറഞ്ഞു. നമ്മളിപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ ചിന്തിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിജി 3ാം തവണയും അധികാരത്തിലെത്തുകയും തൃശ്ശൂർ സുരേഷ് ഗോപിജി ജയിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ആ ഒരു ഇതിനോടുള്ള ഒരു കടപ്പാടിൻ്റെ പേരിലും നമ്മളിന്ന് ഫ്രീ ആയിട്ട് വണ്ടി ഫുൾ ടൈം ഓടാമെന്ന് ഉദ്ദേശിച്ചു. 10 മണി വരെ നമ്മളിവിടെ വണ്ടി ഉണ്ടാവും. എൻ്റെ പേര് ബിജു താരക എന്നാണ്. ഞാൻ ചാവക്കാട് മുനിസിപ്പാലിറ്റി പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ചാവക്കാട് ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വാദ്യമേളങ്ങളും വർണ്ണക്കാവടികളും അകമ്പടിയായ പ്രകടനത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് KR ബൈജു, പ്രതീഷ് ഐനിപ്പള്ളി, ബോഷി ചാണാശ്ശേരി, സുമേഷ് തേർളി, KG രാമകൃഷ്ണൻ, A വേലായുധകുമാർ, KS അനിൽകുമാർ, KG രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കുളം പഞ്ചായത്ത് 50ാം ബൂത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. പടക്കം പൊട്ടിച്ചും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയും പോർക്കുളം പോസ്റ്റ് ഓഫീസ് മുതൽ കരുവൻപടി സെന്റർ വരെ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പ്രകടനത്തിന് BJP ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS പ്രതാപൻ, ബൂത്ത് പ്രസിഡന്റ് ഹരിനാരായണൻ, BJP പ്രവർത്തകരായ ഷിജിത്, സുകുമാരൻ, അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐനൂർ ഗാന്ധി റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം MD കോളേജിന് മുന്നിൽ സമാപിച്ചു. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും DJയോടൊപ്പം നൃത്തം ചെയ്തും പ്രവർത്തകർ ആഘോഷിച്ചു. BJP കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രജീഷ് ഐനൂർ, BJP കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു പട്ടിത്തടം, ജനറൽ സെക്രട്ടറി സുനീഷ് പെരുംതുരുത്തി, സാജു PK, കുഞ്ഞുമോൻ കടവാരത്ത്, ഗോപി കരിയാമ്പ്ര, ജലജ വിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവലൂർ പഞ്ചായത്തിൽ നടന്ന പ്രകടനത്തിന് കടവലൂർ മേഖലാ പ്രസിഡന്റ് അജീഷ് കരിക്കാട്, പെരുമ്പിലാവ് മേഖലാ സെക്രട്ടറി നികേഷ് MS, എരുമപ്പെട്ടി മണ്ഡലം സെക്രട്ടറി മഹേഷ് തിപ്പലശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. SDPI ഗുരുവായൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ മന്ദലാകുന്ന നന്മ സെന്ററിൽ വെച്ച് നടന്നു. SDPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. SDPI ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് യഹിയ മന്ദലാകുന്ന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KV നാസർ, മണ്ഡലം സെക്രട്ടറി ജബ്ബാർ അണ്ടത്തോട്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ സക്കീർ ഹുസൈൻ, മണ്ഡലം നേതാക്കളായ നൌഫൽ അകലാട്, ഇല്യാസ് ചാവക്കാട്, ആഷിഫ് പാപ്പാളി, അസീസ് തിരുവത്ര തുടങ്ങിയവർ സംസാരിച്ചു. WIM മണ്ഡലം പ്രസിഡന്റ് അസ്ലമിയ സുഹൈർ, സെക്രട്ടറി ജംഷീന നൌഷാദ്, SDPI മണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പൽ ബ്രാഞ്ച് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. തൃശൂരിൽ നിന്നും വിജയിച്ച് MP-യായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഏറെ സന്തോഷം പങ്കിടുകയാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റും കോൺഫെഡറേഷൻ ഓഫ് റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ദേശീയ വർക്കിംഗ് ചെയർമാനുമായ ഷെവലിയർ C. ചാക്കുണ്ണി. സുരേഷ് ഗോപി MP-യായ ഉടൻ തന്നെ റെയിൽവേ വികസനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയിരുന്നു. 3 പതിറ്റാണ്ട് മുമ്പ് ഫിലിം അവാർഡ് നൈറ്റിന്റെ പ്രധാന സംഘാടകനായി പ്രവർത്തിക്കുന്ന കാലം മുതൽ താനുമായി സുരേഷ് ഗോപി സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നുവെന്നും ഷെവലിയർ C. ചാക്കുണ്ണി പറഞ്ഞു. നിയുക്ത കേന്ദ്രമന്ത്രിക്ക് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ ഷെവലിയർ C. ചാക്കുണ്ണി ഇമെയിൽ വഴി അഭിനന്ദനം അറിയിച്ചു. KSSPU ചാവക്കാട് ബ്ലോക്ക് സെക്രട്ടറി, പ്രസിഡന്റ്, രക്ഷാധികാരി എന്നീ പദവികളിൽ പ്രവർത്തിച്ചിരുന്ന K. വിജയകുമാറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്കിന്റെയും വടക്കേക്കാട് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. വയലത്തൂർ PCM പ്ലാസയിൽ നടന്ന യോഗം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ VV പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി മെമ്പർ KT ശ്രീനിവാസൻ, PI സൈമൺ മാസ്റ്റർ, V വിദ്യാധരൻ, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നിയുക്ത MP K. രാധാകൃഷ്ണന് LDFന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. വിശദാംശങ്ങളിലേക്ക്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പന്നിത്തടം ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നേതൃത്വത്തിൽ നിയുക്ത ആലത്തൂർ MP രാധാകൃഷ്ണന് പന്നിത്തടം സെന്ററിൽ സ്വീകരണം നൽകി. വാദ്യാഘോഷങ്ങളുടെയും പടക്കം പൊട്ടിച്ചും ആഹ്ലാദം പങ്കുവച്ചു. ഇടതുപക്ഷ നേതാക്കളായ M. ബാലാജി, MN സത്യൻ, KD ബാഹുലയൻ മാസ്റ്റർ, PS പ്രസാദ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, ഫ്രാൻസിസ് കൊളന്നൂർ, മുരളി, റഫീഖ് തങ്ങൾ, ജാഫർ KJ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KK മണി, ലളിത ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ MK ശശിധരൻ, TP ലോറൻസ്, മുഹമ്മദ് കുട്ടി, സിമി KR, ടെസി ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. സ്വീകരണത്തിന് ബൂത്ത് സെക്രട്ടറിമാരായ V. ശങ്കരനാരായണൻ, PA ഉണ്ണികൃഷ്ണൻ, സുബിൻ AS, ഗിൽസൺ KV, സുഗിജ സുമേഷ്, അബ്ദുൾ റഹീം, തങ്കപ്പൻ KA, ബാബു TA, അൻഷിദ്, ജോർജ് സ്റ്റീഫൻ, ബ്രാഞ്ച് സെക്രട്ടറി സുകുമാരൻ, ശ്രീധരൻ, പ്രണവ്, മുജീബ് പന്നിത്തടം, മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. K. രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു. പോർക്കുളം സെന്ററിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PM സോമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K. രാമകൃഷ്ണൻ, ഓമന ബാബു, ജിഷ ശശി, സിന്ധു ബാലൻ, KM നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട K. രാധാകൃഷ്ണൻ ജനങ്ങളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. CPIM കടവല്ലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലുംപുറം സെന്ററിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ, M. ബാലാജി, MK മോഹനൻ, K. കൊച്ചനിയൻ, MN മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ലോക പരിസ്ഥിതി ദിന വാരാചരണ സമാപന യോഗത്തിന്റെ ഭാഗമായി പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ OCYM യൂത്ത് വിങ്ങിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കുന്നംകുളം എക്സൈസ് റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ K. ലത്തീഫ് നിർവഹിച്ചു. പള്ളി സഹവികാരി ഫാദർ വിനീത് അബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N. ഷാജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ തോംസൺ PC സന്ദേശം നൽകി. പള്ളി ട്രസ്റ്റി ഗോഡ്സൺ സക്കറിയ വൃക്ഷത്തൈ നൽകി. ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷറിന്റെ പ്രകാശനം നിർവഹിച്ചു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പള്ളി സെക്രട്ടറി റോഷ് സീതാവു, OCYM സെക്രട്ടറി സ്റ്റാൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം റൈറ്റ്വേ ഹൈബ്രിഡ് സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആനുവൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം ACP അബ്ദുൾ ബഷീർ P. മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികൾക്കിടയിലെ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. SSLC+2 പരീക്ഷാ വിജയികളെ ആദരിച്ചു. കുഴിങ്ങര വട്ടംപാടം നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് കിടപ്പിലായ രോഗികൾക്ക് ധനസഹായം വിതരണം ചെയ്തു. 18ഓളം സ്ത്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നന്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AC ദാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾ, LSS പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥിനിയെയും ആദരിച്ചു. പഠനോപകരണ കിറ്റുകളും വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് സ്മിത സുബി, സെക്രട്ടറി വിജയൻ കരയിൽ, മോഹനൻ ചിത്ര, ലീല കുട്ടാപ്പു തുടങ്ങിയവർ സംസാരിച്ചു. സോഷ്യലിസ്റ്റ് OBC സെന്റർ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ സംഗമം 2024 സംഘടിപ്പിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പരിപാടി സോഷ്യലിസ്റ്റ് OBC സെന്റർ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് MD രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് TN മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ശാന്തകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ, SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ശ്രീനിവാസൻ കുറുപ്പത്ത്, MK രാമചന്ദ്രൻ ആചാരി, G. സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ കുരുന്നുകൾ അംഗൻവാടികളിലെത്തി. വർണ്ണാഭമായാണ് പ്രവേശനോത്സവങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ അംഗൻവാടികളിലേക്ക് വരവേറ്റത്. SSLC+2 മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്കുള്ള ആദരവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം കൈവരിച്ച അപ്പുണ്ണി മെമ്മോറിയൽ ഹൈസ്കൂളിനെ ആദരിച്ചു. ആർത്താറ്റ് മണ്ഡലത്തിലെ SSLC+2 പരീക്ഷയിൽ A+ നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ വീടുകളിൽ ചെന്നാണ് ആദരിച്ചത്. കോൺഗ്രസ് നേതാക്കളായ MS സുഗുണൻ, CK റസാക്ക്, ഷെരീഫ് വട്ടംപാടം, CK ഷാജി, രാജേഷ് ചെമ്മണ്ണൂർ, VD ജോഷി, ഷാജു വാഴപ്പിള്ളി, ബൈജു കല്ലായിൽ, രവി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ സത്യഭാമ, സഫിയ മൊയ്തീൻ, റസിയ, ജമീല എന്നിവർ നേതൃത്വം നൽകി. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹൈസ്കൂളിന്
ഉമ്മൻചാണ്ടി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അവാർഡ് നൽകി. സ്കൂൾ പ്രധാനാധ്യാപികയും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ സൈനുദ്ദീൻ, മജീദ്, നസീർ, സാംസൺ, ബെന്നി, സൈമൺ, കുഞ്ഞിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിശുദ്ധ നാഗൽ കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ മിഷൻ ചലഞ്ചും മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. വിശുദ്ധ നാഗൽ ഗാർഡൻ സെമിത്തേരി സംരക്ഷണ സമിതി പ്രസിഡന്റും ചർച്ച് ഓഫ് ഗോഡ് ഗുരുവായൂർ സെന്റർ മിനിസ്റ്ററും കൂടിയായ പാസ്റ്റർ MG ഇമ്മാനുവേൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സാജൻ C ജേക്കബ് സന്ദേശം നൽകി. SSLC+2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഫലകവും നൽകി അനുമോദിച്ചു. അടുപ്പൂട്ടി വിശുദ്ധ നാഗൽ ഗാർഡൻ സെമിത്തേരി ഹാളിൽ നടന്ന പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ അനിൽ തിമോത്തി, ബ്രദർ MP ഫിലിപ്പോസ്, ട്രഷറർ പാസ്റ്റർ ജോബി തോമസ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി പാസ്റ്റർ CI കൊച്ചുണ്ണി സ്വാഗതവും ബ്രദർ CI വിജു നന്ദിയും പറഞ്ഞു. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ചിന്റെ 17ാമത് ഇടവക ദിനത്തിനോടനുബന്ധിച്ച് പഠനോപകരണ വിതരണം നടന്നു. ഞായറാഴ്ച പള്ളിയങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വികാരി ഫാദർ മാത്യൂസ് K ബർസൗമ, കൈക്കാരൻ TI ഉല്ലാസ്, സെക്രട്ടറി ബാബു, മറ്റു കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം വഹിച്ചു. അർഹരായ 650ഓളം വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റ് വിതരണമാണ് നടന്നത്. എടക്കഴിയൂർ സീതി സാഹിബ് ഹൈസ്കൂളിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ IAS ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ ആദരിക്കലും രക്ഷിതാക്കൾക്കായുള്ള മോട്ടിവേഷൻ ക്ലാസിനും അസിസ്റ്റന്റ് കളക്ടർ നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് CV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സജിത് V, വൈസ് പ്രിൻസിപ്പൽ ജോഷി ജോർജ്, AK വിജയൻ, AC ബാലകൃഷ്ണൻ, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് റീന ടീച്ചർ, RP ബഷീർ, RP സിദ്ദിഖ്, ഡോക്ടർ അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ സീനിയർ സെക്കൻഡറി സ്കൂളിൽ KG പ്രവേശനോത്സവം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. KG വിദ്യാർത്ഥിയായ സൻഹ മറിയം സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പാൾ ഷമീം ബാവ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന കുട്ടികളുടെ കലാപരിപാടികൾക്ക് KG കോർഡിനേറ്റർ KK താഹിറ, അധ്യാപികമാരായ സുമയ്യ സക്കറിയ, ഷിനു ദിലീപ്, ബിന്ദു B നായർ, ഷഫ്ന ജമാൽ, സുമില MV, തസ്നിം PH എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ GUP സ്കൂൾ പ്രീ പ്രൈമറി പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P രഘു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PR പ്രകാശൻ, പ്രധാനാധ്യാപികയുടെ ചുമതലയുള്ള PD സന്ധ്യ, മദർ PTA പ്രസിഡന്റ് AK നീതു, അധ്യാപകരായ CG ഡേവിസ്, KJ ശാന്തി, PM അഖില തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പായസ വിതരണവും സെൽഫി കോർണറും ഉണ്ടായിരുന്നു. ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC എരുമപ്പെട്ടി യൂണിറ്റിലെ തൊഴിലാളികളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ, പഞ്ചായത്ത് മെമ്പർ MC ഐജു, സുന്ദരൻ ചിറ്റണ്ട, TK ഭാസ്കരൻ, ET ഫിലിപ്പ്, സുരേഷ് തോന്നലൂർ, MM നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. DYFI എരുമപ്പെട്ടി EMS യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി KP അഖിൽ അധ്യക്ഷനായി. CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷറഫ്, CPM എരുമപ്പെട്ടി സെന്റർ ബ്രാഞ്ച് സെക്രട്ടറി KK യോഗേഷ്, DYFI എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് വിനീത്, MR അനഘ, ഷീബ, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. മുരിങ്ങാത്തേരി പവിത്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും BJP 141 നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്ക് വിതരണം ചെയ്തു. 1 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് BP മഹേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. BJP മുൻ ബൂത്ത് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായി. ബൂത്ത് സെക്രട്ടറി ശ്രീനിവാസൻ, അഭിലാൽ, അഡ്വക്കേറ്റ് വിഷ്ണു, ധ്രുവദേവ്, അരുൺ, ഹർഷൻ, വിഷ്ണു ശിവശങ്കർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഗ്രാമവാസികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. CPM പന്നിത്തടം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരണീയം 2024 പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗം V ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി മുജീബ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്രാഞ്ച് അംഗങ്ങളായ ബബിൻ TB, അർഷാദ് VH, അഖിൽ CV, പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ബ്രാഞ്ച് മെമ്പർ ഹമീദ് സ്വാഗതവും ആഷിഖ് അഹമ്മദ് നന്ദിയും പറഞ്ഞു. DYFI AL വായനശാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് പരിധിയിൽ നിന്നും SLC+2 വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സന്ധ്യ മണികണ്ഠൻ അധ്യക്ഷയായ ചടങ്ങിൽ DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AS സുബിൻ, DYFI പന്നിത്തടം മേഖലാ സെക്രട്ടറി KV ഗിൽസൺ, വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ ഗീതാരാജൻ എന്നിവർ ആശംസകൾ നേർന്നു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ശരത് KK സ്വാഗതവും SFI യൂണിറ്റ് സെക്രട്ടറി അഭിനവ് നന്ദിയും പറഞ്ഞു. DYFI യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു AM, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ സുധീൻ KK, ശരണ്യ CS, ആദിത്യൻ EM എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ 14ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
അവറുട്ടി ഹാജി സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു. കേച്ചേരി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് വിതരണം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് VM ഷാജഹാൻ അധ്യക്ഷനായി. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. ബൂത്ത് പ്രസിഡന്റുമാരായ അബൂബക്കർ, OJ ലാസർ എന്നിവർ സംസാരിച്ചു. അകാലത്തിൽ മരിച്ച സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മറ്റം ചെട്ടിയാങ്കുളം ഷാരത്ത് നന്ദന്റെ ഓർമ്മയ്ക്കായാണ് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. PS സുനിൽ, CS സോനു, PT ജിജിൻ എന്നിവർ നേതൃത്വം നൽകി. മറ്റം യുവധാര കൾച്ചർ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും USS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് CV അരുൺ അധ്യക്ഷനായി. സെക്രട്ടറി CG ആന്റോ, വൈസ് പ്രസിഡന്റ് പ്രിൻസൺ, ജോയിന്റ് സെക്രട്ടറി MO തോമസ്, ട്രഷറർ PT ആന്റോ, അംഗങ്ങളായ PF തോമസ്, ഫ്രെഡി പോൾ, രഞ്ജിത്ത്, ഗബ്രിയേൽ, ശരത് ലൂയിസ്, ഫെബിൻ എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. യുവതാര ജൂനിയർ വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വെട്ടുകാട് ആളൂർ സ്പോർട്സ് അസോസിയേഷൻ UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ആളൂർ യുവജന സമാജം വായനശാലയിൽ നടന്ന ചടങ്ങ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുഹമ്മദ് വെട്ടുകാട് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ബാലചന്ദ്രൻ, വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, EM ജമാൽ, ഹനീഫ, കോർഡിനേറ്റർ ആബിദ് ആളൂർ, സലീം എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരിക്കും സ്വാമി വിവേകാനന്ദ ദേശീയ യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട ജഗന്നാഥിനും പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കുഞ്ഞു മുഹമ്മദ്, KA സലാം, PM ജബ്ബാർ, RA ഉസ്മാൻ, AA നൌഷാദ്, RA മുസ്തഫ, സുബൈർ, RM അബൂബക്കർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ കൈമാറി. ആനക്കല്ല് തിളക്കം പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആനക്കല്ല് അംഗൻവാടി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണവും ചെയ്തു. പ്രശസ്ത കഥകളി നടനും നാടക നടനുമായ പീശുപ്പിള്ളി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഗിരിജ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി സന്തോഷ്, ട്രഷറർ മധു, രക്ഷാധികാരികളായ രാജേന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കമ്മിറ്റി അംഗം അനീസ് നന്ദി പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ 12, 13 വാർഡുകളിലെ SSLC+2 വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ആൽത്ര LMUP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് നാസർ കല്ലായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർ നിഷ രേഖത്ത്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ KA ശിവരാമൻ, MM അബ്ദുൾ, മണ്ഡലം സെക്രട്ടറി KV സഹദേവൻ, വാർഡ് കോൺഗ്രസ് നേതാക്കളായ അൻവർ PM, ബിന്ദു MC, ഫാസിൽ MB, ഷാദിൽ, ജിംഷാദ്, ഫാസിൽ ആനക്കല്ല്, ശ്രീവത്സൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. മധുരം നൽകി അധ്യാപകർ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. അൻസാർ സ്കൂൾ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫൗസിയ ഷഹീദ്, PTA പ്രസിഡന്റ് സലീം തൃത്താല, മദർ PTA പ്രസിഡന്റ് ലിബി ഫ്ലമിൻ, അധ്യാപിക ലതാ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് പരിസ്ഥിതി ദിനാഘോഷവും സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. അധ്യാപകരായ ആയിഷ, സാജിദ, ഫാത്തിമ, സാഹിദ, ആഷിഖ്, ഹനാൻ, ഷാനിബ തുടങ്ങിയവർ നേതൃത്വം നൽകി. കിരാലൂർ ശിവക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാസരസ്വതി പൂജ ക്ഷേത്രം മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പഠനോപകരണ വിതരണവുമുണ്ടായി. ദേവസ്വം ഓഫീസർ കൃഷ്ണൻ, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് ചിറമനേങ്ങാട് 102, 103 രജിസ്റ്റർ നമ്പറിലുള്ള അംഗനവാടികളിൽ പ്രവേശനോത്സവം. 1-ാം വാർഡ് മെമ്പർ രജിത ഷാജി അമ്മാട്ട് പഠനോപകരണങ്ങളും മധുരവും നൽകി കുരുന്നുകളെ സ്വീകരിച്ചു. ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ അംഗൻവാടി ടീച്ചർമാരായ നളിനി ടീച്ചർ, സരസ്വതി ടീച്ചർ 2 അംഗൻവാടികളിലായി അധ്യക്ഷത വഹിച്ചു. ഹെൽപ്പർമാരായ ഷാലി, സുമതി എന്നിവർ നേതൃത്വം നൽകി. ആശാവർക്കർ ഷീജ മണി, പൊതുപ്രവർത്തകരായ ഷൈൻ കെ രാജ്, യാവുട്ടി സാഹിബ് എന്നിവർ ആശംസകൾ നേർന്നു. പഠനം കഴിഞ്ഞുപോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും നൽകി. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് 17, 18 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്നിത്തടം INTUC ഓഫീസിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ അധ്യക്ഷതയിൽ കുന്നംകുളം നിയോജകമണ്ഡലം സംഘടനാ ചാർജുള്ള ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് ദേശീയ നിർവാഹക സമിതി അംഗം കരീം പന്നിത്തടം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കല്യാണി S നായർ, മൾട്ടിപർപ്പസ് പ്രസിഡന്റ് PV കൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ,
ബ്ലോക്ക് സെക്രട്ടറി അക്ബർ അലി, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, പഞ്ചായത്ത് മെമ്പർമാർ, യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗം തലപ്പിള്ളി യൂണിയന്റെ സഹകരണത്തോടെ തയ്യൂർ ശാഖ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ശാഖാ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. തലപ്പിള്ളി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മജീഷ് വേലൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മൂവ്മെന്റ് തയ്യൂർ യൂണിറ്റ് പ്രസിഡന്റ് പ്രിയൻ ER അധ്യക്ഷത വഹിച്ചു. കൃഷ്ണകുമാർ AV, സുബ്രഹ്മണ്യൻ CG, ജിതിൻ NA, വിപിൻ AR, ഗിരീഷ് KB എന്നിവർ സംസാരിച്ചു. പാർലിക്കാട് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം മേൽശാന്തി വിനു മഹോദയുടെ കാർമ്മികത്വത്തിൽ ഗുരുപൂജയും വിദ്യാശാരദാ പൂജയും നടന്നു. ചെറായി ഗവൺമെന്റ് UP സ്കൂൾ പ്രീ പ്രൈമറി പ്രവേശനോത്സവം വാർഡ് മെമ്പർ ശോഭാ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. മെന്റലിസ്റ്റ് താഹിർ അലി രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപിക PR ഗീതാകുമാരി, റഹീം ആലുങ്ങൽ, V താജുദ്ദീൻ, അധ്യാപകരായ സ്മിഷ, റജീന, പ്രീതു, സന്ധ്യ, ശീതൾ തുടങ്ങിയവർ സംസാരിച്ചു. കുരുന്നുകൾക്ക് സ്നേഹസമ്മാനങ്ങൾ നൽകിയും കലാപരിപാടികളോടും കൂടിയാണ് സ്വീകരിച്ചത്. KG പഠനം കഴിഞ്ഞ് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്കുള്ള കോൺവെക്കേഷൻ സെറിമണിയും ഇതിനോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. അധ്യാപകരും PTA കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും പങ്കെടുത്തു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളുടെ കോൺവൊക്കേഷനും +1 അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ഫ്രഷേഴ്സ് ഡേയും 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും നടത്തി. ബദനി ആശ്രമം സുപ്പീരിയർ തോമസ് റമ്പാൻ OIC ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ VP മാർക്കോസ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ഫാദർ ഇയ്യൂബ് OIC, ബദാന്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ബ്ലൂമിംഗ് ബഡ്സ് ബദാന്യ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ C ഷേബ ജോർജ്, PTA പ്രസിഡന്റ് K ഫൈസൽ, ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ CK ലത എന്നിവർ സംസാരിച്ചു. വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബിൽ NMKയുടെ നേതൃത്വത്തിൽ പ്രതിഭകളെ വീടുകളിൽ ചെന്ന് ആദരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, വാർഡ് മെമ്പർ M ഗിരീഷ്, പൊതുപ്രവർത്തകരായ ധർമ്മരാജൻ, നോമിസ്, ഡെയ്സൺ, സിൻഡോ വെള്ളറ, ജേക്കബ് വാഴപ്പള്ളി എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം ചാലിശ്ശേരി പെരുമണ്ണൂർ കളത്തിലായിൽ വേലായുധൻ നിര്യാതനായി 79 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. കാളി ഭാര്യയാണ്. വിനു, ബിനേഷ്, വിനോദ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കാവീട് കൊളാടിപ്പറമ്പിൽ കൊഴക്കി വേലായുധൻ നിര്യാതനായി 79 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ശ്മശാനത്തിൽ നടന്നു. കാർത്തു ഭാര്യയാണ്. സുരേഷ്, സുനിൽ, സുജിത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്നൂരിൽ സംഘം ചേർന്നുള്ള മർദ്ദനത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. ചെറുവത്താണി അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ കുഞ്ഞൻ എന്ന വിഷ്ണുവാണ് മരിച്ചത്. 26 വയസ്സാണ്. സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് എന്നിവർ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രാജിവെച്ചു. നടപടി ഒഴിവാക്കാൻ ഇരുവരും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് തൃശൂർ MP സുരേഷ് ഗോപി. മറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. സഹമന്ത്രി പദവിയിൽ സുരേഷ് ഗോപിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വിശദീകരണം. മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ കാലം. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വലിയ മത്സ്യബന്ധന യാനങ്ങളെല്ലാം കരയ്ക്കടുപ്പിച്ചു. പന്നിത്തടത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. തോന്നല്ലൂർ മത്തായിപ്പടി സ്വദേശി ബാലനാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.